ടെക് ടൂൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വൈബ്രേറ്ററിന്റെ നീഡിലാണ്. പലരും ഇത് കംപ്ലൈന്റ് ആയാലും ഒഴിവാക്കാൻ ചെയ്യാം, പക്ഷെ ഇത് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലെ ഇന്നർ നീഡിൽ പൊട്ടിപ്പോയതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് മാറ്റാന്നുള്ളത് നോക്കാം. അതിപ്പോൾ നമ്മളിവിടെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരുവിധം കംപ്ലൈന്റ് ഒക്കെ റെഡിയാക്കാം. ഇപ്പൊ ബെയറിങ് പോയാല്, അതേപോലെ സ്റ്റക്ക് ആയാല്, പിന്നെ ഈ ഇന്നർ നീഡിൽ പൊട്ടിപ്പോയാൽ അതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഏതായാലും ഇതൊന്ന് അയച്ചു നോക്കാം, എങ്ങനെ അയക്കില്ലെന്നൊക്കെ നോക്കാം. മിക്ക നീഡില് വരുന്ന കംപ്ലൈന്റ് എന്താ വെച്ചാൽ ഇവിടെ ഹോള് വന്നിട്ട് കോൺക്രീറ്റ് അതിന്റെ ഉള്ളിൽ കയറും. അങ്ങനെ ഇത് സ്റ്റക്ക് ആവും, അപ്പോൾ വൈബ്രേഷൻ ഉണ്ടാവില്ല. ഇതിനങ്ങനെ പ്രശ്നമില്ല. ഇതാണ് അതിന്റെ ഇന്നർ നീഡിലിട്ട് അത് പൊട്ടുള്ളൂ. ഫോക്കസ് ചാർജ് ക്ലാസ് വന്നു എടുക്കട്ടെ. ഇതിന്റെ ഉള്ളില് കച്ചറുണ്ട്, നമുക്കൊന്ന് എയർ അടിച്ചിട്ട് ഗ്രീസ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കാം. ഓയിലൊന്നും ഒഴിക്കരുത് കേട്ടോ. ഓയിൽ ഒഴിച്ചാൽ എങ്ങോട്ട് ഇറങ്ങും, പിന്നെ ഇത് സ്മൂത്ത് ആവും, വൈബ്രേഷൻ നഷ്ടപ്പെടും. അതിൻ്റെ ഇങ്ങനെ ഇതിമ്മൽ തട്ടുമ്പോഴാണ് വൈബ്രേഷൻ അതിൻ്റെ. ഇത് പുതിയ ഇന്നർ നീഡിലാണ്, 1 മീറ്റർ. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആണ് ഈ സാധനം. നോർമൽ സൈഡൊക്കെയാണ് വരാം ത്രെഡ്. തള്ളി കയറ്റുക. ത്രെഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരാം.
രണ്ടും നല്ല ടൈറ്റ് ആക്കണം. പിന്നെ ടൈറ്റ് ആക്കില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് ഓട്ടോമാറ്റിക്കായി ടൈറ്റ് ആയി വരും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അപ്പോൾ അതാണ് കംപ്ലീറ്റ്. ഇപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സ്പെയറൊക്കെ എന്തെങ്കിലും കിട്ടാത്ത വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ, നമ്മൾ ഒപ്പിച്ച് തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അങ്ങനത്തെ വർക്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ ശരി, ബൈ.